ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. മഴയൊന്നും അങ്ങനെ ഉണ്ടായില്ല, എന്നാൽ പേരിന് ഒന്ന് ചെറുതായിട്ട് പെയ്തു. അപ്പോൾ എല്ലായിടത്തും ഭയങ്കര വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ എന്തോ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മുടെ തോമൂനായാലും പാച്ചുവിനായാലും ഒരു ചെറിയൊരു ഒരു വയ്യായ പോലെ തോന്നിയിരുന്നു. അപ്പോൾ രാത്രിയിൽ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് കിടത്തിയത്. ഇവർ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ വഴിക്ക് ഞാൻ ആദ്യം ഡാഡിയോട് ചോദിച്ചത് പിള്ളേർക്ക് എങ്ങനെയുണ്ട് എന്നാണ്. അപ്പോൾ നോക്കിയപ്പോൾ 2 പേർക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ക്ലാസ്സിലേക്ക് വിടാമല്ലോ, പ്ലേ സ്കൂളിൽ വിടാമല്ലോ എന്ന് വിചാരിച്ച് 2ആളെയും വിടാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ അത് ഇന്ന് രാവിലെ അടയും പഴം പുഴുങ്ങിയതായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, എപ്പോഴും ഒരേ ഭക്ഷണം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീച്ച് വരുമ്പോഴേക്ക് ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് കഴിഞ്ഞു. അടുക്കള ലൈവായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡിമ്പിളിനെ ഒന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡാഡിയുടെ കൂടെ ഡിമ്പിളുടെ ഇറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഉച്ചയിലത്തെ കാര്യങ്ങൾ മുഴുവൻ ഇന്ന് ഡിവൈനാണ് നോക്കിയത് കേട്ടോ. അങ്ങനെ ഇവർ പ്ലേ സ്കൂളിലേക്ക് പോകാനായിട്ട് ഉഷാറായി. ഈ തോമുൻ്റെ ഈ ഡ്രസ്സ് കണ്ടു, ഇത് തന്നെ പാച്ചുവിനും ഉണ്ട്. ഈ പറഞ്ഞ പോലെ മീഷോയിലത്തെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം ചോദിക്കുന്നതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ തലേ ദിവസമേ പറയണത്. പാച്ചുവിൻ്റെ അതല്ല കേട്ടോ, പാച്ചുവിൻ്റെ വേറെയാണ്, തോമുൻ്റെ അവിടുത്തെയാണ്. നല്ല ഡ്രസ്സുകളാട്ടോ, ഒക്കെ കാണാനായിട്ട് നല്ല കൗതുകമുള്ളത്. അപ്പോൾ ചേട്ടൻ പോയിട്ട് അനിയൻ്റെ ഷൂ എടുത്തു കൊണ്ടിരുന്നു. ഇവരിപ്പോൾ ഭയങ്കര സെറ്റാട്ടോ ചേട്ടൻ്റെ അനിയനും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പാച്ചുവിന് ഇന്നലെ ചെറുതായിട്ടൊരു ചുമയും ഒരു വല്ലായിക ഉണ്ടായിരുന്നു. തോമൂനും ഉണ്ടായിരുന്നു. തോമു നല്ല ഉഷാറായി, പാച്ചു ഇങ്ങനെ ഉഷാറായി വരണേ ഉള്ളൂ, എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു വലിയേട്ടനായിട്ട് നിന്നിട്ട് പാച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കൂട്ടോ. സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കൈ പിടിച്ച് കയറ്റുക, ഇതൊക്കെ ചേട്ടൻ്റെ പണിയാണിപ്പോൾ. അപ്പോൾ അങ്ങനെ ചേട്ടനും അനിയനും കൂടിയിട്ട് പോണ കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു എന്താ പറയുക, കണ്ണിന് കൗതുകം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കാണുമ്പം. അപ്പോൾ പതിവുപടി ഇന്നും ഡിമ്പിൾ തന്നെയാണ് കൊണ്ടുപോകണത്. അപ്പോൾ പോയി അവിടെ ആക്കിയിട്ട് ഡിമ്പിളിൽ നിന്ന് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആയം പോലെ തിരിച്ചു വരല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പച്ചക്കറിയാണല്ലോ. അപ്പോൾ എന്തോ സാമ്പാറും പിന്നെ എന്തുട്ടായിരുന്നു ഇന്ന്, സാമ്പാറും ഞാൻ ഓർത്ത് പറയാം കേട്ടോ, അവിടെ ആ സമയമാകുമ്പോൾ ഞാൻ പറയാം. ഗോവയ്ക്ക ഉപ്പേരി, അതും പപ്പടവും കൊണ്ടാട്ടമായിരുന്നു. അപ്പോൾ ഡിവൈനാണ് അതിൻ്റെ കാര്യം ഏറ്റെടുത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവർ പോയി കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ ചാക്കോച്ചന് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ വണ്ടിയൊക്കെ പോയി കഴിയുമ്പോൾ അവന് ഭയങ്കര ആകാംക്ഷയാണ്. വണ്ടി പോകുമ്പോൾ എത്തി വലിഞ്ഞ് നോക്കും. അപ്പം ഞങ്ങളിങ്ങനെ നോക്കും, ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഇപ്പുറത്തേക്ക് കടക്കുമോ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഇവർ ചേട്ടന്മാർ പോകുമ്പോഴും അതെ, അപ്പം പോകുമ്പോഴും അതെ, ഭയങ്കര ഒരു ഉത്സാഹമാണ് മൂപ്പർക്കൊന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, ഇനിയിപ്പോൾ അതൊക്കെ ഷൂ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ മുറ്റത്ത് വാക്കർ വെച്ചിട്ട് നിർത്തിക്കോ, കാരണം ഒന്ന് പതുക്കെ നടന്നോട്ടെ എന്ന്. അപ്പോൾ നോക്കട്ടെ, കാരണം ഇപ്പോൾ അവന് 9 മാസം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് പുറത്തേക്കൊക്കെ ഇറക്കാം. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്ത് കണ്ട് ഇലകളൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോണത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ബൗണ്ടറി ഇവിടം വരെ. അപ്പോൾ 4 കാലും ഇങ്ങനെ ഇഴഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ കട്ടള പതുക്കെ കിടക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് എടുക്കും, കാരണം ചവിട്ടിയൊക്കെ അവിടെ കിടക്കണതല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും പോയി വീട് ഒഴിഞ്ഞു. ഇനിയിപ്പോൾ അതേപോലെ ഞാനും ഡിവൈനും ചാക്കോച്ചനും മാത്രമാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയുള്ള യാത്രകളൊക്കെ വളരെ കുറവാണ്. മറ്റേത് എപ്പോഴും ഞാൻ പുറത്തേക്ക് പോകുമല്ലോ, നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മുടെ നടയിലത്തെ കെടാവിളക്കും കെടുത്തി, മെഴുകുതിരിയും കെടുത്തി. ഈ ചട്ടി മെഴുകുതിരി ആയതുകൊണ്ട് നമ്മൾ കിടത്തേണ്ടി വരികയാണ്. മറ്റേതാകുമ്പോൾ അവിടെ നിന്ന് കത്തി കഴിഞ്ഞോളും. ഇത് അങ്ങനെയല്ലല്ലോ, നമ്മൾ കിടത്തണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ വല്ലാണ്ടാവാൻ നിൽക്കില്ല, ഞാൻ കെടുത്തി കളയും. അപ്പോൾ അങ്ങനെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ പിള്ളേർ സെറ്റ് തിരിച്ചെത്തി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 1 മണിയാകുമ്പോഴേക്കും അവരെത്തുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരെത്തി. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാനും പെറുക്കാനും എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഞാൻ എന്തിട്ടെടുക്കണേ, എപ്പോഴും ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല. പിന്നെ 2:30 വരെ നല്ല തിരക്കാണ്, ഫുള്ള്. ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് ഒരാളുണ്ടെങ്കിൽ ഇപ്പം ഞാനും ഡാഡിയും മാത്രമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ എല്ലാതും നമ്മൾ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ അഡ്രസ്സ് എഴുതി അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻറ്റി എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യണതെന്നുള്ളത് ഒരു ദിവസം പറയണം എന്നുള്ളത്. കാരണം എല്ലാവർക്കും
ഇതുപോലെ തുടങ്ങാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഞാനത് പറയാമെന്ന് പറഞ്ഞിട്ട്, കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വെച്ചാൽ ആവാലോ, നമ്മളുടെ പർച്ചേസിങ് തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡിവൈൻ വേഗം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു വേഗം കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡിവൈൻ വേഗം ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമൂനെയും കൊണ്ട് നേരെ ഇവർ ഫുഡ് കഴിച്ചിട്ടാണ് വരെ ഉച്ചയ്ക്ക്. അപ്പോൾ തോമൂനെയും ചാക്കോച്ചനെയും കൊണ്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പെട്ടെന്ന് ഓടി ഇറങ്ങി വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഡിവൈൻ്റെ റെസ്റ്റ് എടുക്കുന്ന സമയം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വക ഭക്ഷണം കഴിക്കൽ. അപ്പോൾ ബാഗുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കാണ്. ഇന്ന് പതിവിൽ പടി ഒരിത്തിരി മടിയാണ്, എല്ലാവരും വന്നുകൊടുത്ത് നിന്ന് വർത്താനം പറയണം കേട്ടോ. പോയ വിശേഷങ്ങൾ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് പറയുക. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാൻ നിന്നു. അപ്പോൾ സാമ്പാറും പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഗോവയ്ക്ക ഉപ്പേരിയും പപ്പടം കൊണ്ടാട്ടം ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോഴിക്കോടൻ മറ്റേ ഇഞ്ചമ്പുളി പോലത്തെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊന്ന് പച്ചക്കറിയോടെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇറച്ചി മീനേക്കാളും ഈ നാടൻ കറികളൊക്കെ കൂട്ടിയിട്ടുള്ള ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചുക്കും കുരുമുളകും വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സിബിഷനിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അന്ന് ചുക്കും ചക്കരയും അങ്ങനെ വാങ്ങിച്ചത്. അത് കൂട്ടി ഒരു 3 മറ്റേ 3 ഉണ്ട പോലെയാണല്ലോ, അതിട്ട് 4 ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല സുഖം. അതിൽ കാപ്പിപ്പൊടി ഒന്നും ഇടണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാനും ഡിവൈനും ഡാഡിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഡിംപിൾ പിന്നെ ഇങ്ങനത്തെ ഒന്നും തൊടില്ല. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ഒതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു രാത്രി കുറച്ച് ചോറ് വെച്ചാൽ മതി, ബാക്കിയൊക്കെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെറുതെ കുറേ സാധനങ്ങൾ വെച്ച് പണിയെടുക്കാമെന്നല്ലാണ്ട് അതിൻ്റെ കാര്യമില്ലല്ലോ. അങ്ങനെ ഡിംപിളും മോനും കൂടിയിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോഴാണ് ഞാൻ കണ്ടത് കാർമ കൈപ്പത്തി. അപ്പോൾ തോമും പാച്ചുൻ്റെയും പണിയാണ് കണ്ടോ. മണ്ണ് ചളിയൊക്കെ കലക്കിയിട്ട് 2 കൈയും അതിൽ മുക്കിയിട്ട് ചുമരുമയും കാർമയും ഒക്കെ ആക്കി വെച്ചേക്കുക. വണ്ടി എടുത്തപ്പോഴാണ് ഞാൻ കണ്ടത് ഈ സംഭവം. ഒരു തമാശ, കുട്ടികളല്ലേ അവരിങ്ങനെ ഓരോന്ന് കാണിക്കണം, ഇതൊക്കെ തുടച്ചാൽ പോകുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അകത്ത് എഴുതി തുടങ്ങണത് എന്നാണാവും അത് മാത്രം എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളിത് സുഖമായിട്ട് കിടന്നുറങ്ങി. ഡിംപിൾ അപ്പം തന്നെ വന്നു കേട്ടോ. സുഖമായിട്ട് ഉറങ്ങി എണീറ്റ്. അപ്പം ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. എണീറ്റ് ഞാൻ ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇത് വറുത്ത് വെച്ചു. അപ്പോൾ ഡാഡി വന്നിട്ട് അങ്ങനെ സാധനങ്ങളുടെ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ ഒരു കട്ടൻ കാപ്പിയും റോസ്റ്റ് കുടിച്ച് 2 ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ച് കുട്ടികൾക്കുള്ളതും കൂടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിരുന്നു. ഡിവൈൻ താഴേക്ക് വന്നു. ചാക്കോച്ചൻ അവൻ തുടങ്ങി ചേട്ടന്മാരുടെ പോലെ തന്നെ കുഷിയെ വലിച്ചിടാനും അതൊക്കെ അവനും തുടങ്ങിയിട്ടോ. കുട്ടി കുറുമ്പനാ, ചേട്ടന്മാരെക്കാളൊക്കെ കുറുമ്പ് ഇവനാന്ന് പറയും ഞാൻ. അപ്പോൾ ഇനി നമ്മളുടെ ഓർണമെൻറ്റ്സിൻ്റെ വിശേഷങ്ങൾ അറിയാം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് നമ്മളുടെ ചെറിയ മാലകൾ കുറേ കുട്ടികൾ ചോദിച്ചു, ജോലിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയത്, കോളേജിലേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയൊക്കെ മാലകൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ സെക്ഷനിലേക്ക് കിടക്കാമെന്ന്. ഇതൊക്കെ വളരെ വില കുറഞ്ഞ മാലകളാണ്, കാരണം ഇതുമ്മേ പ്രത്യേകിച്ച് സ്റ്റോൺസോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡ് മാത്രമായിട്ട് വരുന്നതിന് അധികം വിലയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാളൊക്കെ വളരെ കുറവാണ് ഇതിൻ്റെ വില. അപ്പോൾ വില ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു മാല കണ്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മാലയാണ് കണ്ടോ. വളരെ ബോക്സ് ചെയിനാണ്, കൊച്ച് ബോക്സ് ചെയിനാണ്. നടുക്കത് ഇങ്ങനെ 3 ബോളായിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ ബോക്സ് ചെയിനുമ കൊച്ചു ബോൾസ് ആയിട്ടുള്ള. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ലോക്കറ്റ് പോലെ കണ്ടോ. ഇതാണ് ഇതും ഫുൾ ഗോൾഡാണ്, സ്റ്റോൺസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ എന്താ പറയുക, കോളേജ് കുട്ടികൾക്കും ജോലിക്കാർക്കും ഒക്കെ ഇട്ട് പോകാവുന്ന, അത് റീപ്ലേറ്റ് ചെയ്യണതാണ് കേട്ടോ. അതായത് ഒരു വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന മാലയാണ്. ഇത് നമ്മുടെ 3ാമത്തെ മാലയാണ് കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് കണ്ടോ. ഫുൾ ഗോൾഡാണ്, വളരെ നേരിയതാണ് കേട്ടോ. നേരിയ ബോക്സ് ചെയിനാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, വളരെ തിന്നായിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ 2 ബോളും ഇതുമായിട്ടുള്ള ഇങ്ങനെ കൊച്ചൊരു മാല കണ്ടോ. പിന്നെ 4ാമത്തത് ഇങ്ങനൊരു സംഭവമാണ്. ഇതും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ സിമ്പിളായിട്ടുള്ളതാണ്, ഭയങ്കര നേരിയതാണ് കേട്ടോ. അത്
ഇതിലിപ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തടി പോലെ തോന്നും, വളരെ നേരിയതാണ്, കഴുത്തിനോട് ഇങ്ങനെ ഒട്ടി ചേർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതന്നെ സ്റ്റാറാണ്. ഇനി ഇതിൻ്റെ തന്നെ 1-2 പാറ്റേൺ കൂടി കാണണം, ഞാൻ ഇങ്ങനെ കാണുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, പോകെ പോകെ കാണിക്കാം. അപ്പോൾ ഇതാണ് 4-മത്തെയാന്ന് തോന്നുന്നുണ്ട് ഇത്, കണ്ടോ. ഇത് ലവ് ആയിട്ടുള്ളത് നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ തന്നെ ഇതിങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. അത് ശരിക്കും ഇങ്ങനെയാണ്. അതാ ശരിയായി. അപ്പോൾ എനിക്കത് ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ കിടക്കുന്നത്. കറക്റ്റ് കിടക്കുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു നേരത്തെ സ്റ്റാറാണ് കണ്ടതെന്ന് വെച്ചാൽ ഇത് ലവാണ്. ഇതിൻ്റെ തന്നെ ബ്രേസ്ലെറ്റും ഉണ്ട് കേട്ടോ. ബ്രേസ്ലെറ്റ് ഇവിടെ ഡാഡി, ബ്രേസ്ലെറ്റ് ഉണ്ട് കണ്ടോ. സ്റ്റാറിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല, അത് കാണണം. ഇത് ബ്രേസ്ലെറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ലവിൻ്റെ ചെയിനില്ലേ, അതിൻ്റെ 8 പിടിയാണ് കേട്ടോ. 8 പിടിയാണ്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു മാലയാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് സെറ്റായിട്ട് മറ്റേ ബ്രേസ്ലെറ്റും യൂസ് ചെയ്യാം കേട്ടോ. ഇത് വേറൊരു പാറ്റേൺ മാലയാണ്, ഒരു ഡബിൾ ലെയർ. കുറേ പേരുണ്ട് കേട്ടോ ഡബിൾ ലെയർ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ളവർക്ക്. ഇതിപ്പോൾ ഇന്ന് പ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെയാണ് ആ സ്റ്റിഫായിട്ട് നിൽക്കുന്നത്, ഞാൻ എന്നും പറയാറില്ലേ. അപ്പോൾ അതിൻ്റെ തന്നെയാണ് കേട്ടോ, ഈ കമ്പി കെട്ടിക്കൊണ്ടുവന്നതിൻ്റെയാണ്. അപ്പോൾ ഞാൻ വേഗം കിട്ടിയ വഴിക്ക് ഞാൻ ഫോട്ടോ എടുത്ത് അവസാനിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത കാരണമാണ് അതൊന്നും മാറ്റാത്ത കേട്ടോ. അപ്പോൾ ഇതാണ് വേറെ ഒരു പാറ്റേൺ. ഇത് ഈ പറഞ്ഞ പോലെ ഡബിൾ ലെയർ ആയിട്ടാണ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ രണ്ടാമതൊരു ലെയർ ഇങ്ങനെ കിടക്കുന്ന ഒരു മാലയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള മാലയാണ് കേട്ടോ. ഇത് അതുപോലെ വളരെ സിമ്പിളായിട്ട് എന്താ കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു മാലയാണ് കേട്ടോ. നമ്മുടെ ഇളക്കത്താലിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു പാറ്റേണാണ്. വളരെ എന്താ പറയുക, ഭയങ്കര തിന്നായിട്ടുള്ളൊരു സംഭവമാണ്. അതുമേ കുഞ്ഞു കുഞ്ഞ് മുത്തുകളായിട്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ കോളേജ് കുട്ടികൾക്കായാലും ഇപ്പോൾ നമ്മൾ സാരി എടുത്തിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും ഈ മാല പറ്റും കേട്ടോ. ഇത് വേറൊരു പാറ്റേൺ കേട്ടോ. ഇതൊക്കെ വളരെ കനം കുറവാണ് കേട്ടോ. ഭയങ്കര കനം കുറവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കില്ല ഇത്രയും കനം കുറഞ്ഞ മാലയുണ്ടോ എന്നുള്ളത്. അത്രയും കനം കുറവാണ് കേട്ടോ. അത് കണ്ടോ, ഇതുണ്ടോ, വെറുതെ ഒരു എന്താ പറയുക ഗോൾഡിൻ്റെ ഷീറ്റ് വെട്ടിയിട്ട പോലെയാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, പല കളറ് സ്റ്റോൺസൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് നമ്മൾ നേരത്തെ ഡബിൾ ലെയർ കണ്ടില്ലേ, അതിൻ്റെ സിംഗിൾ ലെയറാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര കനം കുറവും വില കുറവും, കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ കേട്ടോ. ഒക്കെ ഒരു ഫാമിലി തന്നെ, ഒക്കെ അങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിൽ ഏതാണ് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ ചോദിക്കുന്നതാവില്ല നിങ്ങൾക്ക് തരാൻ പറ്റുക എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നോക്കി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ. ഇന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് കണ്ടറിയാം എല്ലാതും ഏകദേശം ഒരുപോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം എനിക്ക് അയക്കാൻ കേട്ടോ. ഇത് ഇതുപോലെ കുഞ്ഞ് സ്റ്റോൺസാണ് കേട്ടോ. കുട്ടി സ്റ്റോൺസായിട്ട് 2 ലെയറിൽ വരുന്ന ഒരു ഭംഗിയുള്ള ഒരു കൊച്ചു മാല കേട്ടോ. നല്ല രസമുള്ളൊരു മാലയാണ് കേട്ടോ. ഇത് ബോക്സ് ചെയിൻ അല്ല, അതിനേക്കാൾ കുറച്ചും കൂടി ഒരു തടിയുള്ള ഒരു മാലയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. സാരിയുടെ കൂടെ ആയാലും യൂസ് ചെയ്യാം. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ടീച്ചേഴ്സിനൊക്കെ ആകുമ്പോൾ ഈ സാരിയുടെ ഫ്ലീറ്റ്സിൻ്റെ മുകളിൽ കിടക്കില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണിത് കണ്ടോ. ഇതിന് കുഞ്ഞ് സ്റ്റഡും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോളേജിലേക്കോ സ്കൂളിലേക്കോ എവിടേക്കോ വേണമെങ്കിൽ ഇട്ടിട്ട് പോവാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 മണികൾ കണ്ടോ ഞാൻ എടുക്കുന്ന ഒരു തരം നെക്ലസ്സാണ് കേട്ടോ. ചെറിയൊരു മാല. ഇതിൻ്റെ തന്നെ കുറേ കളറുകളുണ്ട്, ഒരു 4-5 കളറുണ്ട്. ഞാനപ്പോൾ അത് കൈയോടെ കാണിക്കാം. ഇത് ഗോൾഡ് മണികളാണ് കേട്ടോ. ഇത് ഗോൾഡ് മുത്തുകളാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കാം. അടുത്തത് ബ്ലാക്ക് മണികൾ, മറ്റേ ക്രിസ്റ്റലിൻ്റെ സ്റ്റോൺസാണ് കേട്ടോ. കണ്ടോ, തിളങ്ങണ മുത്തല്ല, ഇങ്ങനെ ക്രിസ്റ്റലിൻ്റെ മണികളാണ് കേട്ടോ, സാധാരണ മുത്തല്ല. അപ്പോൾ ഇത് 2 കളറായില്ലേ. ഇനി ഇതേ 3-മത്തെ കളർ. അപ്പോൾ ഇതാണ് കേട്ടോ 3-മത്തെ കളറ്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ റെഡ് കണ്ടോ, കൊച്ചു ചെത്തുള്ള ക്രിസ്റ്റലിൻ്റെ കുഞ്ഞു മുത്തുകൾ, അതാണിത്. അപ്പോൾ ഞാനിതേ ഈ പറഞ്ഞ പോലെ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ആ ഒരു സ്റ്റിഫായി നിൽക്കുന്ന സംഭവം ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതിപ്പോൾ 3 കളറായി കണ്ടോ, ഗോൾഡ്, ബ്ലാക്ക്, റെഡായി. ഇനി അടുത്തത് ഇതാ ഗ്രീൻ വരണം. ഇതിപ്പോൾ അത് ഓൾറെഡി ഡാഡി ഓക്കെ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. ഇങ്ങനെ കിടക്കും കേട്ടോ, വളരെ സിമ്പിളായിട്ട് കിടക്കും. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റിഫായിട്ട് നിൽക്കുന്നത് നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഇത് ഇതാ ഗ്രീൻ, നല്ലൊരു തരം ഗ്രീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൽ 5 കളറാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയെടുക്കാം. ഇത് പറഞ്ഞ പോലെ വലിയ വിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് 5 കളർ എടുത്താലും 5 ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് മാച്ച് ചെയ്ത് ഇടാവുന്നതുള്ളൂ. പിന്നത്തെയാണ് ഇതാ വൈറ്റ്, ശരിക്കും ഉള്ള വൈറ്റാണ്, പേളല്ല കേട്ടോ, ഇത് വൈറ്റ് ക്രിസ്റ്റലാണ്. ഇതാ ഇങ്ങനെ വരുന്ന ക്രിസ്റ്റലാണ്. ഇതൊക്കെ ബോക്സ് ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടിമാലകൾ. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ ഇട്ട് പോകാൻ പറ്റിയ മാലകളെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണിച്ചത്. ഇത് വളരെ നേരിയതാണ് കേട്ടോ, വളരെ എന്ന് പറഞ്ഞാൽ വളരെ നേരിയ സംഭവമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും ഇത്രയും വില കുറഞ്ഞ മാലകൾ റീപ്ലേറ്റ് ചെയ്യുമോ എന്നൊക്കെ വിചാരിക്കും. ഇതെല്ലാതും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന മാലകളാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വീണ്ടും വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് നമുക്ക് എന്താ പറയുക, ആൾക്കാർക്ക് തോന്നും ഇത് സ്വർണ്ണമാണ്, കാരണം ഇത് കുറേ വർഷങ്ങളായിട്ട് കഴുത്തി കിടക്കണതാണ് എന്ന് പറയുമ്പോൾ അത് തന്നെ അങ്ങോട്ട് സ്വർണ്ണമായി തീരും. അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ് ശരിക്കും. ഞാൻ പറയാറില്ലേ, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വളയൊക്കെ നമ്മുടെ 2 എണ്ണം 4 എണ്ണമൊക്കെ ഒരുപോലെ ആക്കിയിട്ട് 2 എണ്ണം കഴിയുമ്പോൾ 2 എണ്ണം, അപ്പോൾ സെയിം ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഗോൾഡാണെന്നാണ് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ ഇന്നാൾ ഇതുപോലെ ഞാൻ എൻ്റെ വളയുടെ കാര്യവും ഓർണമെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ കാണിച്ചപ്പോൾ നമ്മുടെ പതിവുള്ള ഒരു യൂസർ ചേച്ചി ഉണ്ടല്ലോ, ആ യൂസർ ചേച്ചി ഇപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ എല്ലാതും മുക്കുപണ്ടാണല്ലേ ഇടുന്നതെന്ന്. എനിക്കൊരു മടിയില്ല പറയാനായിട്ട് മുക്കുപണ്ടാണെന്ന്. കാരണം സ്വർണം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ആ ചോദ്യം ഇവിടെ പ്രസക്തിയില്ല. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മക്കളെ കല്യാണം കഴിച്ചു, അവരുടെ മക്കൾ അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു ഒരു വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇത്തിരി മുക്ക് പണ്ടിട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഈ യൂസർ ചേച്ചിക്കാണ് അതിൻ്റെ കുറേ സംശയങ്ങളുണ്ട് ചേച്ചിക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ എൻ്റെ നമ്പർ എത്ര തവണ കൊടുത്തു, പക്ഷേ നേരിട്ട് ചോദിക്കാൻ ഇഷ്ടമില്ല, ഇങ്ങനെ കമൻറ്റ് വഴി ചോദിക്കാനാണ് ആൾക്ക് ഇഷ്ടം. അപ്പോൾ യൂസർ ചേച്ചിക്കും വാങ്ങിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടിമാലകളുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യുക. ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ, നിങ്ങളുടെ ഓർഡർ സ്വീകരിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് സാധനങ്ങൾ ഒതുക്കി വെച്ചപ്പോഴാണ് അവിടെ ഡിവൈനും ഡിംപിളും കൂടിയിട്ട് ഇന്ന് എന്തെടുക്കും വീഡിയോ എന്നുള്ള ചർച്ചയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ കിച്ചണിൽ കയറാത്തത് കൊണ്ട് എനിക്ക് കിച്ചണിലത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 പേരും എന്ത് ചെയ്യും പ്രത്യേകിച്ച് ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തോമും പാച്ചുള്ള കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുട്ടികളുടെ കണ്ടൻറ്റായ കാരണം കമൻസ് ടേൺഡ് ഓഫ് ആവുക, പിന്നെ അതിന് സ്ട്രൈക്ക് കിട്ടുക, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും 2 ആളും കൂടി എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്നും ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്, കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കുമ്പോൾ കുറേ ലേറ്റായി. അപ്പോൾ കിച്ചൺ ഓൾറെഡി ഇവരൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പരിയപ്പുറം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനാണ് അത് കംപ്ലീറ്റ് പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്കൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് അതിനുള്ള നേരം കിട്ടിയില്ല. ഇന്ന് ഈ പറഞ്ഞ പോലെ കുറേ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 വട്ടം ഡാഡിയും ഡിംപിളും പുറത്ത് പോയപ്പോൾ ആ ഒരു ചെറിയൊരു ഡാഡി ഇല്ലാണ്ടാവുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പരിയപ്പുറം ഒതുക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടികൾക്ക് ഷൂട്ട് ചെയ്ത് കൊടുത്തു. അവർ 2 പേരും കൂടിയിട്ട് ഒരു വീഡിയോ നാളെ ഡിവൈൻ്റെയിൽ കാണാം കേട്ടോ. വലിയ എന്താ പറയുക, നല്ല രസകരമായൊരു വീഡിയോ. പാതിര 12 മണിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഡിവൈന് ശിവരാത്രിയാണ്, കാരണം തോമുന്ന് ഉച്ചയ്ക്ക് അസലായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പാച്ചു ഉറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 പേരും അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു, ഞാൻ പോയി കിടക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ വേഗം ഒരു ഗ്ലാസ് ഒരു പാക്കറ്റ് പാലൊക്കെ എടുത്ത് കാച്ചി ഹോർലിക്സ് ബൂസ്റ്റ് അതൊക്കെ ഇട്ട് അവരിരുന്ന് കഴിക്കാനായിട്ട് ഞാനും കുടിച്ചു കിട്ടാം. അപ്പോൾ അങ്ങനെ
ഇന്നത്തെ അങ്ങോട്ട് വീഡിയോ ഭംഗിയായിട്ട് എൻ്റെ ഒരു ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു. അവരവിടെ ചിരിയും കളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പരിപാടികൾ കഴിച്ചിട്ട് കിടക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.